ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഹീറോയുടെ ഡെസ്റ്റിനിയാണ്. നമുക്ക് ഇന്ന് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൂത്തുപറമ്പിലെ DM മോട്ടോഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേജർ DC പുതിയൊരു വീഡിയോ സ്വാഗതം. ഇതിന്റെ മുൻഭാഗത്തുള്ള ഡിസൈനിങ് ഒക്കെ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഇതിന്റെ കോമ്പിനേഷൻസിനോട് നല്ല രീതിയിൽ കിടപിടിക്കുന്ന രീതിയിലുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷിങ്ങും മേക്കിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ മഡ്ഗാർഡ് നോക്കുവാണെങ്കിൽ ഇതാ മെറ്റലിലാണ് മഡ്ഗാർഡ് വന്നിരിക്കുന്നത്, ബോഡി ഒക്കെ മെറ്റലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നും തുടങ്ങുന്ന പോലെ മുൻഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റ് നോക്കുവാണെങ്കിൽ LED ആയിട്ടുള്ള ഫുള്ളി LED ആയിട്ടുള്ള വിത്ത് പ്രൊജക്ടർ ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ DR കാണാൻ പറ്റും. ഇതിന്റെ താക്കോൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇതിന്റെ DR വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ട് DR ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് വരും. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുവാണെങ്കിൽ LED വിത്ത് പ്രൊജക്ടർ ആണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ രീതിയിലാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. LED നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഒരു വാഹനങ്ങളിൽ ഓഫ് ചെയ്യുന്ന ബട്ടൺ കട്ടാക്കാറുണ്ട്, പക്ഷേ ഇതിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ബ്രൈറ്റിലാണുള്ളത്. ഇത് ഡിമ്മിലേക്ക് ആക്കുമ്പോൾ ഇതാണ് ഡിമ്മ്, ഇത് ബ്രൈറ്റ്, ഇത് പ്രൊജക്ടർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മറിച്ച് നമ്മൾ ഈ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഈ ഒരു DR ഒന്ന് ബ്രൈറ്റ് ആവുകയും ചെയ്യും. ഇനി താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഹീറോന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് വരുന്നത്. ഇതിന്റെ ഡിസൈനിങ് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു ഡിസൈനിങ് ആണ്. ഈ ഒരു വശത്തായിട്ട് ഹാലജന്റെ ഇൻഡിക്കേറ്റർ കൊടുത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോമിന്റെ ഫിനിഷിംഗിൽ ഡീക്രോം ചെയ്ത രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ബ്രോൺസിന്റെ കളറിലുള്ള ഒരു ഡിസൈനിങ്ങും വന്നത് കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിന്റെ ഹീറോന്റെ ബാഡ്ജിങ് ഈ ഒരു സെയിം കളറിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി മുൻഭാഗത്തേക്ക് താഴേക്ക് നോക്കുവാണെങ്കിൽ ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഫോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാൻ പറ്റും. ഡിസ്ക് ബ്രേക്കാണ് മുൻഭാഗത്ത് വന്നിരിക്കുന്നത്. ടയർ സൈസ് പറയുകയാണെങ്കിൽ 90 12 ഇഞ്ചിൽ അലോയ് വീലാണ് മുൻഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു രസമുള്ള രീതിയിലുള്ള ഡിസൈനാണ്. ബ്ലാക്കിന് അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രസ്റ്റ് ഒരു ബ്ലാക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ വന്നത്, അതായത് മാറ്റ് ബ്ലാക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതാ പ്രോഗ്രാമിന്റെ ഫ്യൂൽ ഇഞ്ചക്ഷന്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള വണ്ടിയാണിത്. CVT ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. പിന്നെ മിററിലൊക്കെ കാണുന്നത് ഈ ഒരു ബ്രോൺസിന്റെ കളർ നമുക്ക് ഈ മിററിലൊക്കെ കാണാൻ പറ്റും. നല്ല പ്രീമിയം ഫീലുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു മിററാണ്. ഇതിന്റെ സ്റ്റമ്മൊക്കെ ചെറിയൊരു ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നേരെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സൈഡിലത്തെ ഡിസൈൻ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. കാര്യമായ ഗ്രാഫിക്സ് ഒന്നും കൊടുത്തില്ല. ഇവിടെ ഒരു ഡസ്റ്റിന്റെ ബാഡ്ജിങ് 125 X-Tech എന്നുള്ള ഒരു ബാഡ്ജിങ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലൊക്കെ ബ്രോൺസിന്റെ ഒരു ടച്ച് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിന്റെ സൈഡ് വ്യൂ വരുന്നത്. പിന്നെ ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പാകത്തിനാണ് ഇതിന്റെ ഒരു സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. പിന്നെ ഫുഡ് പാക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഫുഡ് പാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇതിന്റെ സൈഡ് സ്റ്റാൻഡ് ഇത് വണ്ടി ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ, വെക്കാനുള്ള സമയം കിട്ടിയില്ല. ഇതിന്റെ കൂടെ സൈഡ് സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ കിക്ക് സ്റ്റാർട്ട് പ്ലസ് സെൽഫ് സ്റ്റാർട്ട് രണ്ടും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ബെൽ ഡ്രൈവ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ പിൻഭാഗത്ത് നോക്കുവാണെങ്കിൽ സിംഗിൾ കോയിൽ ടൈപ്പ് ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് വന്നിട്ടുള്ളത്. ബ്രേക്ക് ഡ്രം ബ്രേക്ക് ആണ് പിൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ടയർ സൈസ് നോക്കുവാണെങ്കിൽ 180/12 അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. ബെൽറ്റ് ഡ്രൈവ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കി. പിൻഭാഗത്ത് നോക്കുവാണെങ്കിൽ മുൻഭാഗത്ത് കണ്ട അതേ രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ഇവിടെയും കാണാൻ പറ്റും. ഒരു ബ്രോൺസിന്റെ ഫിനിഷിംഗ്. ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ ഹാലജൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫ്യൂൽ ലിഡിന്റെ ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇവിടെ തട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്യൂൽ ലിഡിന്റെ മേലെ ഇതിനുള്ള ഓപ്പണറിന്റെ മേലെ ഒരു ഹീറോന്റെ ബാഡ്ജിങ്ങും ഡീറ്റെയിലിംഗിന്റെ ഭാഗമായിട്ട് കൊടുത്ത് കാണാൻ പറ്റും. ക്വാളിറ്റി ഉണ്ട്, നല്ല രീതിയിൽ ക്വാളിറ്റി വരുന്നുണ്ട്. ഇനി നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഹീറോന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി LED ആയിട്ട് ടൈൽ ലാമ്പ് കാണാൻ പറ്റും. നമ്പർ പ്ലേറ്റ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മഡ്ഗാർഡൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് മഡ്ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ സൈഡിലേക്ക് ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഇതിന്റെ എക്സോസിന്റെ ഡിസൈനിങ് ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഡസ്റ്റിന്റെ ബാഡ്ജിങ് ഇവിടെയും കാണാൻ പറ്റും. പിന്നെ സീറ്റ് നോക്കുവാണെങ്കിൽ നല്ല വലിയ സീറ്റാണ്. അതിൽ തന്നെ ഒരു പിൻഭാഗത്ത് ഒരു റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല പ്രാക്ടിക്കലി നല്ല ഗുണമുള്ളതാണ്. പിന്നെ ഇത് ഇവിടെ ഒരു ബാഡ്ജിങ് ഉണ്ടോ, പ്രീമിയം രീതിയിലുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രീമിയംനെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ സീറ്റിന്റെ കാര്യം. സീറ്റിന്റെ കളർ നോക്കുവാണെങ്കിലും ഒരു 2 ടോണിലാണ് സീറ്റ് വന്നിട്ടുണ്ട്. നല്ല കുഷനൊക്കെ ഉള്ള രീതിയിൽ നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ്. ഇരിക്കുന്നവർക്കും പിൻഭാഗത്തുള്ളവർക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വണ്ടി സെന്റർ സ്റ്റാൻഡിലാണുള്ളത്. സെന്റർ സ്റ്റാൻഡിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ കൂട്ട് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് പിന്നോട്ട് കയറി ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം. നല്ല രീതിയിലുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കാലുവെക്കമൊക്കെ സെറ്റാണ്, കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള ഒരു പ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഹാൻഡിൽ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ഒരു സിൽവറിന്റെ ഒരു വെയിറ്റ് കാണാൻ പറ്റും. പിന്നെ ലിവറൊക്കെ നോർമൽ രീതിയിലുള്ള ലിവറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രിപ്പും അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ I3S ബട്ടൺ നമുക്ക് ഇവിടെ ഓൺ ഓഫ് ചെയ്യാനുള്ളത് കാണാൻ പറ്റും. ഈ ഒരു വശത്ത് പോകുവാണെങ്കിൽ ഇത് ഹെഡ്ലൈറ്റിനെയാണ്. ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഗ്ലാമറിന്റെ ക്രൂസ് കൺട്രോൾ ബട്ടണിന്റെ ആ ഒരു ഡിസൈനിങ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. തൊട്ട് താഴേക്ക് നോക്കുവാണെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടണിന് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ ഒരു ലൈറ്റ്, അത് നൈറ്റിലൊക്കെ നമുക്ക്
ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ലൈറ്റ് ഇല്യൂമിനേഷൻ കൊടുത്ത് കാണാൻ പറ്റും. ഇനി ഈ ഒരു ഡിസൈനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനിങ് ആണ്. ഒരു മാറ്റിന്റെ ഫിനിഷിംഗിലാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് അല്ല, ഒരു ബ്രോൺസിന്റെ ഒരു മാറ്റ് ബ്രോൺസ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹീറോന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. മിററിന്റെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. നല്ലൊരു ഷേപ്പിലൊക്കെ കൊടുത്ത് കാണാൻ പറ്റും. സ്പീഡോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ടോട്ടൽ കിലോമീറ്റർ, ടൈം കൊടുത്തിട്ടുണ്ട്, ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓരോ സൈഡ് സ്റ്റാൻഡ്, അതുപോലെ ഫ്യൂവലിന്റെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, i3s പിന്നെ എഞ്ചിൻ വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ആപ്പ് കണക്ട് ചെയ്തിട്ട് നാവിഗേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇതാ ട്രിപ്പ് സെറ്റ് ചെയ്യാം, ആവറേജ് മൈലേജ് കിട്ടും, അതുപോലെ തന്നെ റേഞ്ച് കിട്ടും, അതായത് എത്ര കിലോമീറ്റർ ഈ ഫ്യൂവൽ കൊണ്ട് ഓടുന്നുള്ളത് കിട്ടും. പിന്നെ ടോട്ടൽ ഇത് ട്രിപ്പിന്റെ ഇതാണ്. അങ്ങനെ ഒരുപാട് സെറ്റിംഗ്സ് ഇതിലേക്ക് കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആപ്പ് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ നാവിഗേഷനും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ മറുവശത്തേക്ക് പോകുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇതിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന്റെ ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ബട്ടൺ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിന്റെ ബട്ടണും ഇവിടെ ഇൻക്ലൂഡ് ആക്കി കാണാൻ പറ്റും. തൊട്ട് താഴെയായി ഹോണിന്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇരുവശത്ത് രണ്ടിന്റെ ഡിസൈനിങ് ഒരേ പാറ്റേണിലുള്ള ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ മിറർ നോക്കുകയാണെങ്കിലും മിറർ ഇതാ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിലുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർജിങ്ങിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ USB ടൈപ്പ് ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ ഇതിൽ തന്നെ വെച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം ബോർഡിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു മാക്സിമം 3 കിലോ വരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കീ നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് കീ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കീ ആണ്. ഇതിൽ തന്നെ നമുക്ക് സീറ്റ് ഓപ്പണിങ്ങും ഫ്യൂവലിന്റെ ലിഡ് ഓപ്പണിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രസ് ചെയ്ത് ഈ ഒരു വശത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂവലിന്റെ തുറക്കും. നേരെ മറിച്ച് ഈ ഒരു വശത്തേക്ക് പ്രസ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ സീറ്റ് തുറക്കും. ഞാൻ ഇരുന്നിട്ടാണ്, അതുകൊണ്ടാണ് തുറക്കാത്തത്. ഇപ്പോൾ സീറ്റ് തുറന്നിട്ടുണ്ട്. സീറ്റിന്റെ സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് സീറ്റിന്റെ സ്റ്റോറേജ് വരുന്നത്. ഇവിടെ ഒരു ഡെസ്റ്റിനി ബാഡ്ജിങ് കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ ഒരു ഹെൽമെറ്റ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ടൂൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഇതിന്റെ ഡിക്കിയിൽ ഇതിനുള്ളിലേക്ക് സ്റ്റോറേജിലേക്ക് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലൈറ്റിന്റെ ബട്ടൺ. ഈ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിന്റെ എഞ്ചിൻ പറയുകയാണെങ്കിൽ 124.6 cc ആണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. എയർ കൂൾഡ് 4 സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. SI എഞ്ചിനാണ്. അപ്പോൾ ഇതിന്റെ മൈലേജ് പറയുകയാണെങ്കിൽ 60 km/ലിറ്റർ ആണ് ഇതിന്റെ കമ്പനി മൈലേജ്. ഏകദേശം ആ മൈലേജ് തന്നെ കിട്ടും. പിന്നെ പവർ പറയുകയാണെങ്കിൽ 10 Nm ടോർക്ക്, 5500 RPM, അതുപോലെ തന്നെ BHP പറയുകയാണെങ്കിൽ 9 BHP 7000 RPM വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ട് ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. സ്മൂത്ത് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് സിലിണ്ടർ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. CVT ട്രാൻസ്മിഷനും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ബെൽ ഡ്രൈവ് ആണ് വരുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ എഞ്ചിന്റെ ഓവറോൾ സ്പെക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡെസ്റ്റിനിയുടെ വിശേഷങ്ങളുള്ളത്. നമുക്ക് ഇന്നത്തെ ഈ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂത്തുപറമ്പുള്ള DM മോട്ടോഴ്സ് ആണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം. വണ്ടി ബുക്കിങ്ങിനും ടെസ്റ്റ് ഡ്രൈവിനും ഒക്കെ അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.